വി.എസ്. അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നരേശിനെതിരെ അന്വേഷണം വിജിലൻസ് നടത്തിയിരുന്നത്. ഈ അന്വേഷണത്തിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് കേസന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിനെതിരെ വി.എസ്. അച്യുതാനന്ദൻ ആക്ഷേപ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ആക്ഷേപ ഹർജി പരിഗണിച്ച ശേഷമാണിപ്പോൾ കോടതി വിജിലൻസ് റിപ്പോർട്ട് കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത്. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശിനെതിരായ മൈക്രോ ഫിനാൻസ് അഴിമതി കേസിൽ തുടരന്വേഷണം നടത്താനാണ്. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനും വിജിലൻസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജി രാജകുമാര MP യാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. KSBC-DCയിൽ നിന്ന് 15.85 കോടി രൂപ ശാഖകൾ വഴി 10 മുതൽ 15% വരെ പലിശയ്ക്ക് വിതരണം ചെയ്തു. ഇതിൽ അഴിമതി ഉണ്ട് എന്നായിരുന്നു വി.എസ്. പരാതി നൽകിയിരുന്നത് വിജിലൻസിന്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തി വെള്ളാപ്പള്ളി നടേശൻ അഴിമതി കാട്ടിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട്, വെള്ളാപ്പള്ളി നടേശനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത് വി.എസ്. ചോദ്യം ചെയ്തു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വി.എസിന്റെ ഹർജി അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഇപ്പോൾ ഉത്തരവ്. മൈക്രോ ഫിനാൻസ് കേസിലാണ് തുടരന്വേഷണത്തിലുള്ള കോടതിയുടെ തീരുമാനം.